ചേട്ടാ എന്തോ ചേട്ടാ വീട് നിറച്ചാടാന്നല്ലോ എന്തോ വീടിനുള്ളിൽ വീഴുന്നപ്പോഴത്തേന് അടിയിട്ട് വന്നോ? വീട്ടിനുള്ളിലാണോ ഈ ആടുകൾ മൊത്തം? ഈ തലയെ വെച്ചേക്ക് വന്നോ ഈത്തപ്പഴം? തലയിലാണ് ഈത്തപ്പഴം ഇരിക്കുന്നത്. ഇതെല്ലാം ശിരോഗിയാണല്ലോ വിജയൻ ചേട്ടാ, മൊത്തം ശിരോഗിയാണല്ലോ. ഇവരെല്ലാം അകത്ത് കയറി വന്നില്ലേ? ക്വാളിറ്റിയുള്ള വലിയ ആടുകളല്ലേ? എല്ലാം വലിയ ആളാണ്. ഡൂപ്ലിയാ കൊണ്ടുവന്ന് വിൽക്കുന്ന പോലെ ആണെന്ന് 250-നും 100-നും കിട്ടുമെന്നൊക്കെയാ പറയുന്നത്. വലിയ ആടുകൾ, നല്ല ഹെവി സൈസ് ശിരോഗി ആടുകൾ. കുട്ടിയെ കണ്ടില്ലേ? മുട്ട കുട്ടി ക്വാളിറ്റി നോക്കണം, വിലയാകും. നല്ല വിലക്കേ കൊടുക്കും. ഇവർക്ക് ഈ ഈത്തപ്പഴമൊക്കെ കൊടുത്താൽ എങ്ങനെ മുതലാവും? ഞാൻ കുത്തുവാള എടുത്തു വീട് വല്ലതും വിൽക്കണം. ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാ, നമുക്ക് വെളിയിലിറക്കി ഒന്ന് കാണിക്കാമോ? വീടിനുള്ളിലാണ് വീടിനുള്ളിൽ ആടുകളാ. നോക്കി എന്നെ തെളിയിടും. അയ്യോ എന്റെ അമ്മേ, എന്റെ നാട് ജയണ്ണ തെളിയിടുവോ? അയ്യോ ഇത് കണ്ടോ, സിരോഗി മോനെ കണ്ടോ? ഇത് സിരോഗി മോന. ആ ക്വാളിറ്റി നോക്കാം ആടിൻ്റെ. ഇത് ചുമ്മാ എന്നിട്ട് 10-ഉം 15-ഉം കൊണ്ട് ഇവിടോട്ട് വന്നാൽ ഇവിടുന്ന് അങ്ങ് ആടിനെ കിട്ടത്തില്ല, കൊടുക്കാൻ പറ്റില്ല. സൈസ് ആടുകളാണല്ലോ. നോക്ക ഹെവി സൈസ് ആടുകളാണ്. 5 മാസമായ കുട്ടിയാ. 5 മാസം. ടോപ്പ് ക്വാളിറ്റി ശിരോഗി ആടുകൾ അല്ലേ? നോക്ക് നോക്ക്, തള്ളമാരെ നോക്ക്, ഹൈറ്റ് നീട്ടായോ, ടോപ്പ് ക്വാളിറ്റി ആടുകൾ. അപ്പോൾ നിസാര ഇനി ഓരോരുത്തർ പറഞ്ഞാൽ 300-നും 250-നും കിട്ടുമെന്ന്. ഇറച്ചിയാടിനെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഒരാടിനെ കൊണ്ട് 250 രൂപയ്ക്ക് കിലോയ്ക്ക് കിട്ടുമോ? അയ്യോ, അത് കട്ടിങ് ആടുകളല്ലേ, ഇതെല്ലാം വളർത്താടുകളല്ലേ? അതിനെ ചുമ്മാ രാജസ്ഥാനിൽ നിന്നിട്ട് ഇത്രയും കാണിച്ച് മനുഷ്യനെ പറ്റിക്കാൻ ഒന്ന് ചെല്ലേ. ക്വാളിറ്റി ഉള്ളതിന് എന്തോ കിട്ടുമെന്നറിയാം. 2 ആടിനെ മേടിക്കാൻ ഇവിടുത്തുകാരൻ പോവാന്ന് അവിടെ 250-ന് തരാമെന്ന് പറയുന്നിടത്ത് കിട്ടുമോ? രാജുവേട്ടൻ അറിയാമല്ലോ, കിട്ടുമോ സാധനത്തിന്? നല്ല ക്വാളിറ്റി ഉള്ളതിന് കാശ് കൊടുത്തല്ല പറ്റൂ. ചുമ്മാതെ ഇതുപോലെ ഇവിടെ വളർത്തും. എൻ്റെ വീടും പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ശിരോഗി ആടുകളല്ലേ ചേട്ടാ? പിന്നെ വലിയ ആടുകൾ കൂട്ടിനകത്തിലൊക്കെ ഒത്തിരി നിൽക്കുകയാണ്. പിന്നെ വലിയ ആടുകൾ ഇത് കണ്ടോ? ഇപ്പോഴത്തെ ഹൈറ്റ് കണ്ടോ? 5 മാസമായ കുട്ടിയാ ഇപ്പോഴത്തെ. നോക്ക് ഹൈറ്റ്, ഹൈറ്റ് ഉണ്ടല്ലേ? നോക്ക് 5 മാസമായാനാ വളർത്തി ഇതുപോലെ കയറി വരുമല്ലേ? കാശാവും. നോക്ക് ഇങ്ങോട്ട് മറിക്കടി. നോക്ക് ഇത് കരോളി. എൻ്റെ ശിരോഗിമാന് ആണ്ടേക്കും മോളെ. നാടാ കഴിച്ചോ. ഇത് പർപ്പസാരി മോനെ. ഇത് ഷേറാ ബീറ്റൽ മോനെ. കഴിക്കേ. കാളൻ നിങ്ങളെല്ലാം കൂടെ എന്നെ കൊലക്ക് കൊടുക്കുന്നു. ഇവരെല്ലാം അഴിച്ചു വിട്ടേക്ക് വലിയ ചേട്ടാ? ഇവരെല്ലാം അഴിച്ചു വിട്ടേക്കും. വീടിനുള്ളിലൊക്കെ കയറി വരും അല്ലേ? ഇവളങ്ങനെ തിന്നുന്നില്ലല്ലോ, ഇവർക്ക് അങ്ങനെ വേണ്ട. അയ്യോ എന്നെ ചെവിയാ, എന്നെ ചെവി അടിച്ചു കുറിച്ചുണ്ടോ? എല്ലാ ദിവസവും കൊടുക്കാറുണ്ടോ ഈത്തപ്പഴം? എല്ലാ ദിവസവും കൊടുക്കും. ഇഷ്ടം പോലെ കൊടുക്കും. ഇപ്പോഴൊന്നല്ല മേടിച്ച് എത്ര വെട്ടിക്കണക്കിന് മേടിച്ച് വെച്ചല്ലേ. 2 കൊടുക്കും. ഓരോ പെട്ടി മേടിച്ചു നോക്കൂല്ലേ? ഓരോ ഒന്നല്ല, 4 പെട്ടി. കാശിൻ്റെ അനുസരിച്ച് ഇഷ്ടം പോലെ മേടിച്ചു വെക്കും. അത് തീർന്നു. ഇല്ല. ഹലോ രാജുവേട്ടാ, നമസ്കാരം. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. കോന്നി പൈനാമൺ തേക്കുമലയാണ് എൻ്റെ വീട്. അത് മനസ്സിലായി. എൻ്റെ നമ്പർ 80 86 20 22 51. പിന്നെ ആരും നമ്പർ കിട്ടിയില്ല, സ്ഥലം ഇടാമെന്നറിയില്ലെന്ന് പറയരുത്. അതുപോലെ ഞാൻ വളർത്തുന്ന ആദ്യം വേലിയാടുകളെ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് സിരോഗിയിലേക്ക് തിരിഞ്ഞു. സിരോഗി എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയം സിരോഗിയോടാണ്. നമ്മുടെ ആദ്യത്തെ വീഡിയോ വേലിയാടുകളാണ്. പെരക്കാൻ മൊത്തം ദാണ്ട കിടക്കുന്നു. ഒറിജിനൽ വേലിയാടുകൾ കിടക്കുന്ന കേട്ടില്ല? വേലിയാടുകൾ ഇപ്പോഴും ഉണ്ട് ഇഷ്ടം പോലെ. ദാണ്ടേക്ക് 1 2
3, 4 ഇഷ്ടം പോലെ ഉണ്ട്. അവരെ ഞാൻ അങ്ങനെ കൊടുക്കില്ല ആർക്കും. പിന്നെ കരോളി, പിന്നെ സിരോഗിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർത്തുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരാളാണ്. കാര്യം മറ്റേ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കണ്ടില്ലേ, നീട്ടാൻ ഹൈറ്റും കണ്ടോ? ഇതിന് 250 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്ത് എന്ന് പറയാൻ പറ്റും? നല്ല ഹെവി സൈസ് ആട്. ഹെവി. ഈ ആടിനെ 250 രൂപയ്ക്ക് കിലോയ്ക്ക് ഇറച്ചിക്കാരന് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒന്ന് കൊടുക്കട്ടെ. കൊള്ളാത്തനെ കൊണ്ട് കൊടുക്കുമായിരിക്കും. ചന പിടിക്കാത്തതും. ഈ ടൈപ്പ് ഇപ്പോൾ എത്ര ഉണ്ട് ഇവിടെ? വലിയ ആടുകൾ. വലിയ ആട് ഇപ്പോൾ 5 വലിയ ആടുകൾ. 5 വലിയ. പിന്നെ ഷേറാബീറ്റല്ലേ 10 പ്രസവിച്ചോളൂ കൊണ്ടുവരുന്നു. ഒന്ന് പിടിച്ചാട്ടോ. ഇതാ 10 പ്രസവം കഴിഞ്ഞു. വീട്ടിലുണ്ട് അല്ലേ? ഇതാ 10 പ്രസവം കഴിഞ്ഞു ഈ ആട്. നോക്ക്, ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടോ നോക്ക്. 10 പ്രസവം കഴിഞ്ഞാൽ ഉമ്മ പറയുന്ന കാര്യമല്ല. നല്ല ഹെവി സൈസ് അല്ലേ? ഷേറാബീറ്റല്ല. അവിടെ അവൻ്റെ മോന, ഇവിടെ മോന അതുകൊണ്ടാ നിൽക്കുന്നത്. ഇവിടെ 10 പ്രസവിച്ചില്ലേ? 10 പ്രസവം കഴിഞ്ഞു. ഇപ്പോൾ 11ാമത്തെ ചനയാ. ഇതാണ്ട് അവിടെ മോനാ ഇത് ഷേറാബീറ്റൽ. അഴിച്ചിറക്കി കാണിക്കാം. ഷേറാബീറ്റൽ നോക്ക്, നീട്ടായോ? ഒരു കുഴപ്പമില്ല, ഒരു ദോഷമായിട്ട് എനിക്കില്ല. വലിയ ആടാ. വലിയ ആടാ. അവളെ മേടിച്ച് എനിക്കൊരു ദോഷവുമില്ല. പിന്നെ കരോളിയുടെ മക്കള് ഇവനെ കൊടുക്കാനാ. കുട്ടികളൊക്കെ ഉണ്ട് ഇപ്പൊ കൊടുക്കാൻ. 3 മാസം കഴിഞ്ഞ കുട്ടിയാപ്പ് ഇത്. ഇപ്പൊ നിലവിൽ ഇപ്പൊ എത്ര ആടുകളുണ്ട്? ഇപ്പൊ 30 പേരുണ്ട്. 30 ആടുകളുണ്ട്. കൂടുതലും സിരോഹിയാണെന്ന് തോന്നുന്നില്ലേ? സിരോഹിയ ഏറ്റവും കൂടുതൽ. ഇതാണ്ട് ഈ മിനിഞ്ഞാന്ന് ഇന്നലെ ഒരു മലബാറിയെ ഇവിടുന്ന് വണ്ടിയെ കൊണ്ടുവന്ന് ഒരാൾ ഫ്രീ തന്നെയാ. ഫ്രീ ആയിട്ട് തന്നു. ഫ്രീ ആയിട്ട് തന്നാ. പക്ഷേ പുള്ളി 11,000 രൂപ പുള്ളിക്കായി ഡെലിവറി ചെയ്ത്. ഇതെന്തോനും ഇതുമല്ല ആ കച്ചവടക്കാർ കൊടുക്കുന്ന ആട്. നല്ല ആടിന് വേണേൽ കാശ് കൊടുക്കണം. മലബാറിയാന്ന് പറഞ്ഞാൽ ഒരു കാശിനും കൊള്ളാത്ത പേട്ടാട്. ചെറിയൊരാടില്ലേ? പേട്ടാട് ഒരാളെ ഫ്രീ ആയിട്ട് തന്നല്ലേ? പുള്ളിയെ കുറ്റം പറഞ്ഞ പുള്ളി ഇപ്പം വിജയൻ ചണ്ടായി കിട്ടിയതുകൊണ്ടാണ് നന്നാക്കി എടുക്കും. നന്നാക്കിയ പുള്ളി ഇംഗ്ലണ്ടിൽ ഇരുന്ന് മേടിച്ച് എനിക്ക് തന്ന. പുള്ളി പറഞ്ഞില്ലേ പുള്ളിയെ ചായച്ച് കച്ചവടക്കാർ ചെയ്ത വില. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ പുള്ളി തന്ന ആടാ ദാണ്ട് ഇത് രണ്ടും. ഇതാണ്ട് മലബാറി. ഈ രണ്ട് ഇത് അതും എടുത്തു. കൊല്ലംകാർ വന്ന മലബാറിയ ഒറിജിനൽ. ഇതൊക്കെ വിജയൻ ചേട്ടൻ വളർത്താൻ വേണ്ടി തരുന്നതല്ലേ? എനിക്ക് തരുന്ന ഇതാണ്ട ഒറിജിനൽ മലബാറിയ. പോറ്റിമാരി വന്ന കൊല്ലംകാര് ആടിനെ നോക്കും മലബാറി. നല്ല ആടാണ്. നല്ല ആടാ. കാശ് കൊടുക്കണം. അതിന്റെ കുട്ടി കണ്ടു കൊടുക്കാൻ. ഈ ആടുകളോടുള്ള സ്നേഹം കണ്ടിട്ട് ഇല്ലേ ആൾക്കാർ ഫ്രീ ആയിട്ട് തന്ന ഇതൊക്കെ? അതെല്ലാം ഫ്രീ. കൊല്ലംകാർ വന്നത് ഒരു ഏറ്റവും വലിയ മലബാറി. അവളാ മലബാറി. പിന്നെ ഈ കിടക്കുന്ന രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം ഇത് ഒരു ഇംഗ്ലണ്ടിലെ ജോലിക്ക് പോയ പുള്ളിക്കാരൻ എനിക്ക് വന്ന. അതെ ഈ 3 പേര്. അപ്പൊ ഈ മക്കളെ പോലെ ഇവരെ സ്നേഹിക്കുന്ന കണ്ടിട്ടാണല്ലേ? ഷേറാബിറ്റിന്റെ ഒരു മോള് നിൽക്കുന്നുണ്ട്. ഇത് പെൺകുട്ടിയാ കരോളിയുടെ. അപ്പൊ ഇവിടുത്തെ പരിപാലനമൊക്കെ എങ്ങനെയാ വിജയൻ? പരിപാലനം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ തോലെ എല്ലാ വകയും കൊടുക്കും. ഇവിടെ ഒന്നിനും ബുദ്ധിമുട്ടില്ല. എല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കിക്കോളും. പിന്നെ അഴിച്ചിറക്കും. ഇതുപോലെ വിട്ടേക്കുക, കെട്ടിയിടില്ല. ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുക. എല്ലാം ഉണ്ടല്ലോ ഇവിടെ നടക്കുന്നുണ്ടോ? എല്ലാവർക്കും സ്വാതന്ത്ര്യം. പിന്നെ അതിലൊക്കെ കയറി വരും അല്ലേ? ഇതാണ്ട പർപ്പസാരിയുടെ ഒരു മോൻ. അവിടെ പോയി നിൽക്കാൻ തോന്നുന്നു. പർപ്പസാരിയുടെ ഒരു മോനുണ്ട് കൊടുക്കാൻ. കൊണ്ടാണ്ടോ? അതല്ല കുട്ടിയാ ഇത്. ഇവൻ 1 വയസ്സ് കഴിഞ്ഞോ? പർപ്പസാരി അല്ലേ? പർപ്പസാരി. ആണ്ട ആ കുട്ടിയാ. അതിന്റെ ഒരു കുട്ടിയാ ഇത്. ഇവരൊക്കെ ക്രോസിങ്ങിന് ഇവിടെ നിൽക്കുന്ന കുട്ടി. ക്രോസിങ്ങിന് അത് നമ്മൾ വെളിയിൽ കൊടുക്കില്ല. ഇവരെയൊന്നും നമ്മൾ അറക്കാൻ കൊടുക്കില്ല. വിൽക്കത്തേ ഇല്ല. ഇതെല്ലാം വേലിയാട്. വലിയാട് ഞാൻ അറച്ച് വരുന്നത് വലിയാട് ക്വാളിറ്റി ഉണ്ടോ? ആടിനെയൊക്കെ ഉണ്ടോ? നല്ല എണ്ണമഴക്ക് പോലെ ഇരിക്കും. ഒരു പ്രസവം കഴിഞ്ഞ ആടാ. നല്ല തിളക്കം അല്ലേ? എന്തോ തിളക്കമെന്നറിയോ? എണ്ണ ഇട്ടിട്ട് വീഴും. അതുപോലെ ആടിനെ കിട്ടട്ടെ ഇട്ടു. ഇത് മറ്റേ ഇടിയനാട് സ്റ്റണ്ട്. അതിനെ അഴിച്ചിറക്കാം. പിന്നെ ഇത് മലബാറിയുടെ മോള കേട്ടോ. നോക്ക് മലബാരിയൊക്കെ ഉണ്ടോ? കുട്ടിയൊക്കെ ഉണ്ട്. 1 പ്രസവിച്ചേ ഉള്ളൂ ഫസ്റ്റിൽ. അല്ല അവിടെ മോള. കൊല്ലംകാർ തന്നാടെ മോള. നമ്മുടെ ആട് പരിപാലനമായിട്ട് മുന്നോട്ട് വർഷങ്ങൾ ഒരുപാടായി. എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കാലം തൊട്ടേ വേലിയാട് 150 ആടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോ അതിൻ്റെ പാരമ്പര്യം എനിക്ക് കിട്ടിയേക്ക്. എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് സിരോഹിയ. പിന്നെ എനിക്ക് ഇപ്പോൾ കുട്ടികൾ കരോളിയുടെ ഒരു ആടിനെ കൊണ്ടുവരണം. 2 കുട്ടിയെ. ഒരു കുട്ടിക്ക് 30 രൂപ എന്നാണ് പറഞ്ഞു. കരോളിയും കൂടെ വളർത്താൻ പോകും അല്ലേ? കരോളി എനിക്ക് വലിയ ഇഷ്ടമാണ്. പാലുള്ള ആടാ. നല്ല പാലുള്ള ആടാ. ഒരുപാട് ചാനലുകളിൽ വിജയൻ ചേട്ടന്റെ വീഡിയോ വന്നു കഴിഞ്ഞില്ലേ? ആട് വിജയൻ അറിയപ്പെടുന്നത്. വഞ്ചന കാണിക്കില്ല. കൊള്ളാത്തതിനെ നിങ്ങൾ കൊണ്ടുപോകണ്ട. ഇന്ന കുഴപ്പമുണ്ട് അതിനെ കൊണ്ടുപോകണ്ട. പക്ഷേ ഞാൻ മേടിച്ച് എനിക്ക് കൊണ്ടുതരുമ്പം ഞാൻ അവരെ ദൂഷിക്കുന്നില്ല. നല്ല സാധനത്തിന് ഞാൻ വില കൊടുത്താൽ മേടിക്കുന്നു. നല്ല വില കൊടുത്തു അവർ പറയുന്നു. പക്ഷേ എനിക്ക് കിട്ടുന്നതെല്ലാം അമളിയാണ്. പിന്നെ അവരെ ഞാൻ ഇതിനെ സമൂഹത്തിൽ നാണം കെടുത്തുന്നില്ല. നല്ലതിനെ കൊണ്ട് കൊടുത്ത് കാശ് മേടിച്ചോണം.
ഇപ്പൊ വിജയൻ ചേട്ടാ പ്രധാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കുള്ളൂ. ഈ 220, 230 എങ്ങനെ ആട് കൊടുക്കാൻ പറ്റും? വലിയ ക്വാളിറ്റി ഉള്ള ആടുകളെ. രാജുവേട്ടൻ രാജസ്ഥാൻ പരസ്യം വരുന്നുണ്ടല്ലോ. പരസ്യം വരുന്നത് രാജുവേട്ടൻ രാജസ്ഥാനിൽ പോയ ആളല്ലേ? അതെ. ക്വാളിറ്റി ഉള്ളതിന് കാശ് കൊടുക്കണം. നല്ല കാശ് കൊടുക്കും. തരുവോ? അതെ. അല്ലാതെ ഈ 220, 250 ക്വാളിറ്റി ഉള്ള ആടിനെ അവർ തരുവോ? തരത്തില്ല. നല്ല നീട്ടുള്ള ആടുകൾ അല്ലേ? തരത്തില്ല. കാര്യം ഇറച്ചിക്ക് വരുന്ന ആട് വേറെയാ. അത് കൊള്ളാത്ത. ഇപ്പം ഇതുപോലെ അകിടുദിനവും പറ്റി ചനയും പിടിക്കത്തില്ല, അവർ തള്ളിക്കളയും. അതിനെ ആ തൂക്കത്തിന് കിട്ടുമായിരിക്കും. അതിനെ കൊണ്ടുവന്ന് നാട്ടുകാരനെ വളർത്താൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന് എവിടെ ചെന്നിക്കും? ക്വാളിറ്റി ഉള്ളതിന് രാജസ്ഥാനി വില കൊടുത്തേ പറ്റൂ. നല്ല വില കൊടുക്കും. ഒരാൾ എന്നെ വിളിച്ചു, ഒരു സാറ്, ഞാൻ 2 ആടിൻ്റെ അവിടെ 90,000 രൂപ അവിടെ കൊടുക്കണം. ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു. 90,000 രൂപ 2 ആടിന്. അവര് ഈത്തപ്പഴം കിട്ടുമെന്ന് പറഞ്ഞ് കയറി പോകാതായിരിക്കും. അതാണ് അവരിങ്ങനെ കയറി ഇറങ്ങി നടക്കൂലേ അവർക്ക്. ഇതെല്ലാം ഒരു സ്ഥിരോഗിമാനെ വേണേ കാശ് കൊടുക്കണം. ചോദിക്കുന്ന രൂപ എടുക്കണം. ചുമ്മാ കിട്ടൂ. ഇങ്ങോട്ട് വന്നിട്ട് 5 രൂപ തരാം, 10 രൂപ തരാം, അതിൽ കൂടുതൽ ആടിനുണ്ടോ? ഇപ്പോഴത്തെ പിന്നെ തീറ്റ വില രാജുവേട്ടൻ അറിയാമല്ലോ. 65 രൂപ കടലപ്പിണ്ണാക്ക്. ചാക്ക് കണക്കിന് ഞാൻ എടുത്തിടുന്നേ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? കടൽപ്പിണ്ണാക്കൊക്കെ കൊടുക്കുന്നത്. കടലപ്പിണ്ണാക്ക് പ്രസവിച്ച ആട് അത് ഇന്നർക്കൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കും. ഓരോ ചാക്ക എടുക്കുന്നു. പിന്നെ തവിട്, ജെൽസി ഇതിനെല്ലാം വില കൂടി കഴിഞ്ഞപ്പോൾ ഈ മുടിഞ്ഞെടുത്ത് ഇതൊന്നും ഞാൻ പ്രാവുമല്ല. പിന്നെ നമുക്കിത് പിടിച്ചേക്കാൻ ഒക്കത്തില്ല. ഞാനായിട്ട് ഇത് പൂട്ടിക്കെട്ടാത്ത പറഞ്ഞ വലിയ ഇതൊക്കെ അടിച്ചവരെല്ലാം കഴിഞ്ഞു. ഇതുപോലെ ഒന്ന് വളർത്തട്ടെ. എവിടെ ചെന്നിരിക്കും? കൊറോണ കഴിഞ്ഞപ്പോൾ പല ഫാമുകളും പൂട്ടി കിട്ടി. ഞാൻ അവരെ കുറ്റം പറയല്ല. നല്ല സാധനത്തിനെ കൊടുക്കും എപ്പോഴും. നല്ല അതാണ് ഇതിൻ്റെ ഏറ്റവും എൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നല്ല സാധനത്തിനെ കൊടുക്കും. എനിക്ക് ചതു പറ്റുമേലും ഞാൻ ആൾക്കാരെ എത്ര മാസമാകുമ്പോഴാണ് വിജയൻ ചേട്ടൻ വിൽക്കുന്നത്? ഞാൻ 4 മാസമാകും. 4 മാസം. 5 മാസം കഴിഞ്ഞു. ഇതാണ്ട് ഈ കുട്ടി നോക്ക്. പർപ്പസാരിയുടെ കുട്ടി അല്ലേ? പർപ്പസാരിയുടെ. പിന്നെ ഒരു മോളും ഉണ്ട് പർപ്പസാരിയുടെ താഴേക്കുന്നു. ഫീമെയിലാ. അതിനെ കൊടുക്കാനുള്ള വിലയാവും. നല്ല വിലയാവും. 1 രൂപ കുറച്ച് കൊടുക്കത്തില്ല. വില പേശലില്ല താനും. പർപ്പസാരി നോക്ക്. അതിൻ്റെ മുട്ടനും ഉണ്ട്. പിന്നെ മലബാറിയുടെ ഒരു മോളുണ്ട്. തുടങ്ങുന്ന ജോലിയാണ്. വൈകിട്ട് വരെ ഇവരുടെ കൂടെ തന്നെ. ഇതുവരെ ഞാനൊന്നും കഴിച്ചില്ല. കടങ്കാപ്പിയാ നിൽക്കുവോ? രാവിലെ ഇറങ്ങും ജോലിക്ക്. 10 മണിയാവും എണീക്കണേ. ഈ ഇലയൊക്കെ പോയി വെട്ടിക്കൊണ്ട് വരില്ലേ? എല്ലാ ഇലയിലും വെട്ടിക്കൊണ്ട് വരിക. എൻ്റെ 10 പ്രസവിച്ച എൻ്റെ ഷേരാ മക്കള് ഏത് വീട്ടിലുണ്ട് നോക്ക് കേട്ടോ. ഇപ്പോഴും നല്ല കുട്ടിക്കുറുമ്പൻ്റെ കൂട്ടായിരിക്കുന്നത്. 10 പ്രസവിച്ചാന്ന് പറയൂ. 10 പ്രസവിച്ചു. രാജുവേട്ടനുണ്ടല്ലോ, ഭയങ്കര ആട് പിന്നെ വളർത്തുന്ന ആളല്ലയോ, ക്വാളിറ്റിയൊക്കെ ഉള്ളതിന്. അപ്പം അറിയാമല്ലോ. 10 പ്രസവം കഴിഞ്ഞ ഈത്തപ്പഴമൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കുക. ഒരാൾ പറയുന്നിട്ട് 16 രൂപയ്ക്ക് കിട്ടുമെന്ന് കിലോയ്ക്ക്. ഈത്തപ്പഴം എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നത്? ഹോൾസെയിൽ വരുന്ന ഇവിടെ കൊണ്ട് തരുന്ന. നല്ല വിലയാവും. പെട്ടിക്കണക്കിന് വെച്ചെടുക്കും. മേടിക്കാം. ലാഭം ഒന്നും നോക്കിയല്ലോ, ഇവരോടുള്ള ഇഷ്ടം. ലാഭം നോക്കിയത് നാട്ടവാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ഈ സാമ്പത്തികം മുടക്കാനുള്ളവർക്ക് നല്ല കുട്ടികളെയൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ന്യായമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ആൾക്കാർ മേടിക്കും. ബിസിനസ് മുന്നോട്ട് പോകും. ഒരു നഷ്ടവും വരത്തില്ല. പിന്നെ ഈ തീറ്റ വില സംബന്ധിച്ച് ഇപ്പോഴത്തെ വില വെച്ച് കടലപ്പിണ്ണാക്കിന് 65 രൂപയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴും കർഷകന് പിടിച്ച് എൻ്റെ വീട്ടിലുള്ള ഒരു കർഷകന് പറഞ്ഞ മനസ്സിലായി. അതാണ് ഇതിനകത്ത് പറ്റുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരാൾക്ക് 10 12 രൂപയും കൊണ്ട് വന്ന ആട്ടുകുട്ടിയെ കിട്ടില്ല. 15,000 20,000 രൂപ വിലയാണ്. ഇപ്പോൾ ആടിന് നല്ല വില ആയല്ലോ. നല്ല വിലയാണ്. ഇറച്ചിക്ക് 1200 ആയില്ലയോ? പിന്നെ കണ്ടിക്കാൻ ഇവിടെ നിന്ന് കൊടുക്കത്തില്ല. വളർത്തുന്ന കർഷകർക്ക് വില കിട്ടണം അല്ലേ? വില കിട്ടണം. അതാണ് വിജയൻ ചേട്ടൻ്റെ പോളിസി. അതെ, വില കിട്ടണം. നന്നായി വളർത്തുന്ന കർഷകർക്ക് വില കിട്ടണം. നല്ല സാധനത്തിനെ കൊടുക്കും. അതെ പറ്റീരോ ആരെങ്കിലും ഒന്ന് പറയട്ടെ, ഞാൻ കളിപ്പിച്ച് വിട്ടിട്ടുണ്ടോ? അതുപോലെ പാലുള്ള പിന്നെ പെണ്ണാടിനെ വേണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ബന്ധപ്പെട്ടാൽ കറന്ന് നോക്കി കൃത്യമായിട്ട് എനിക്ക് 4-5 ദിവസം കറന്ന് നോക്കിയിട്ട് ഞാൻ കൊടുക്കത്തുള്ളൂ. വിലയും മേടിക്കും. നല്ല വിലയാണ്. 40,000 50,000 രൂപ വിലയാവും. നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ. 80 കിലോ 70 കിലോ ഒക്കെ ബോഡി വെയിറ്റ് ഉണ്ട്. ഈ നിൽക്കുന്ന ആട് ചനയാണോ? അവള് ചനയാ. വേലിയാടാ അവളെ കൊടുക്കാനുള്ളതല്ല. നോക്കോ ഷോ വേലിയാടൊക്കെ ഇവിടെ അതിന്റെ ഷോയ്ക്ക് നിർത്തി. ഇവിടെ ആദ്യം നമ്മൾ വീഡിയോ എടുക്കാൻ വരുമ്പോൾ വേലിയാടായിരുന്നു ഇവിടെ ഉള്ളത്. ഷോ കണ്ടോ? അതിന്റെ കളറ് കണ്ടോ? ആണ് വേലിയാട്. പണ്ടത്തെ നാടനാട്. നമ്മളെ പണ്ടത്തെ നാടനാണ്. വംശാശുദ്ധി നിലനിർത്തി ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുക അല്ലേ? കൊടുക്കത്തില്ല. അതിന്റെ ക്വാളിറ്റി നോക്കാം. ആ ഒരു പെണ്ണിന്റെ ഒറ്റ പ്രസവം കഴിഞ്ഞ മോള നോക്ക്. നീട്ടായും സിരോഗിയുടെ അത്രയുണ്ട്. നോക്ക് കണ്ടോ? എണ്ണ ദേഹത്ത് നെറ്റിട്ട് വീഴും. വാ, ഇത് നമ്മളിവിടെ ഷോയ്ക്ക് വളർത്തുന്നതാടാ. ഷോയ്ക്ക് വളർത്തുന്ന അല്ലേ? 4 കളറാ കൊമ്പിന്. പറഞ്ഞ മനസ്സിലായി.
ഉപദ്രവിക്കും. നമ്മളെ അക്രമാരിയാണോ? അക്രമകാരിയാണ് ഇവിടെ. സൂക്ഷിച്ചു ഉപയോഗിക്കണം. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലേ. പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതിൻ്റെ കൊമ്പിന് 4 കളറുണ്ട്. ഷെയ്ഡ് 1, 2, 3, 4 ഷെയ്ഡുണ്ട്. 4 ഷെയ്ഡാ. ഇതിൻ്റെ നിപ്പ് കണ്ടില്ലേ? അതെ, നല്ല ഗാംഭീര്യത്തിലാണ്. ഗാംഭീര്യമാണ്. പിടിച്ചാലും നിൽക്കത്തില്ല. അത് ഭയങ്കര നല്ല ആരോഗ്യം. നല്ല ഭയങ്കര ആരോഗ്യം. ഉപദ്രവിക്കും കേട്ടോ. കെട്ടിക്കോട്ടെ. വിട്ടാലും ഉപദ്രവിക്കും. ഇവിടുത്തെ രാജാവ് കേട്ടോ, എൻ്റെ ശ്രീകുമാരനാ. ഇവിടെ ജനിച്ച് ഇതുപോലൊരു മോനെ ആക്കി തരാമെങ്കിൽ ഇവനെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പം അവന് വയ്യാതായിരുന്നു ഇവനെ. അതങ്ങനായി. ഇനിയിപ്പോൾ എത്ര വയസ്സായി? ഇവന് 7-8 വയസ്സായി. 8 വയസ്സായി. ഇവിടെയൊക്കെ രാജാവിൻ്റെ കൂട്ടായിരുന്നു. ഇവന് വയ്യാതായിപ്പോയി. ഇപ്പം ഇച്ചിരി ക്ഷീണത്തിലായി. എന്നാലും കുഴപ്പമില്ല. ഇവനെ കൊടുക്കില്ല. മരിച്ചാൽ എൻ്റെ മക്കളെ മോനെ ഇവിടെ അടക്കത്തേ ഉള്ളൂ. ഞാൻ എത്ര രൂപ എന്നാലും ഞാൻ കൊടുക്കത്തില്ല. ഈ പ്രകൃതി എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സാധനം. ജീവജാലങ്ങൾ അതിനെ സ്നേഹിക്കാത്ത മനുഷ്യനൊന്നുമല്ല. ഏതവൻ എന്തെല്ലാം കമൻ്റ് ഇട്ടാലും പറഞ്ഞാൽ മനസ്സിലായി. ഓരോരുത്തർ കൽപ്പിച്ചുള്ള കമൻ്റ് ഇടുന്നുണ്ട്. കൽപ്പിച്ച് കമൻ്റ് ഇടും. അവന് വിൽക്കാൻ വേണ്ടിയാ, മറിച്ചാൻ വേണ്ടിയാ. പ്രകൃതിയെ സ്നേഹിക്കുന്നതാണല്ലോ യഥാർത്ഥത്തിൽ. പ്രകൃതി ഇല്ലെങ്കിൽ നമ്മളില്ല. ഈ ജീവജാലങ്ങൾ ഇല്ലെങ്കിൽ ഇവരൊക്കെ ദൈവം എന്തോരം ഉണ്ടാക്കി. എന്നാൽ മനുഷ്യൻ അറുത്ത് തിന്നും. അത് പോട്ടെ. പക്ഷെ ഞാനിവനെ ഇവിടെ എൻ്റെ കല്ലറയിൽ അടക്കുമല്ലാതെ ഇനി ലക്ഷങ്ങൾ കൊണ്ട് തന്നാൽ എത്രയോ പേര് വിളിച്ചു ചോദിച്ചു തരാൻ. ഞാൻ കൊടുക്കത്തില്ല. ഇയാൾ എന്തോരം വെച്ചോണ്ടിരിക്കുക. എത്ര മെയിലുണ്ട് മൊത്തം ഇവിടെ? എനിക്ക് 30 പേര് ഇപ്പോൾ കിടപ്പുണ്ട്. 30 പേരുണ്ട്. മെയിൽ എത്ര ഉണ്ട്? മെയിൽ 1, 2, 3, 4, 5, 6, 7, 8 പേര്. 8 മെയിലുണ്ട്. എന്ന് പോറ്റിക്കൊണ്ട് വരട്ടെ. ദൈവം തമ്പുരാൻ എനിക്ക് തന്നെയുള്ള വക തരുന്നുണ്ട്. ഞാൻ ആരെയും ചതിക്കോ വഞ്ചന കാണിക്കോ ഒരു സാധനത്തിനെ കൊടുക്കുമ്പോൾ ചെയ്യില്ല. നല്ല സാധനത്തിനെ കൊടുക്കും. പിന്നെ പുതിയതായിട്ട് തുടങ്ങാനുള്ളവരോട് എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ചാടിക്കറി ഒത്തിരി ചെയ്യേണ്ട. ഒരു 2 എണ്ണത്തിനെ മേടിച്ച് വളർത്തുക. അത് നല്ല വില കൊടുത്ത് നല്ല ബ്രീഡിനെ മേടിച്ച് വളർത്തുക. അപ്പോൾ ബ്രീഡിങ്ങിന് നിർത്താന്ന്. പർഫസാരിമാനം 1 വയസ്സ് കഴിഞ്ഞു. നോക്ക്, ക്വാളിറ്റി നോക്കാം ആടിൻ്റെ. ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് കുട്ടികളെ വേണമെന്ന്. ഇതൊക്കെ കുട്ടികളെ ഇങ്ങോട്ട് ഇറങ്ങുന്നത് നോക്കിക്കോ. രാജീവേട്ടൻ അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ഷെയറാബിറ്റലിനെ ഇങ്ങോട്ടേക്ക് ഞാൻ എങ്ങനെ വളർത്തും? ഷെയറാബിറ്റ ഒറിജിനൽ സാധനം വരും. അവിടെ മോനാ, 10 പ്രസവിച്ചവിടെ മോനാ. അതാണ്ട് നോക്ക്, ക്വാളിറ്റി നോക്ക്. ഇവൻ്റെ കുട്ടികളൊക്കെ ഉൽപ്പാദിപ്പിച്ച് ഇങ്ങോട്ട് ഇറക്കുന്നത്. ആണ്ടേ, ഇതിന് എത്ര രൂപ കിട്ടും ഇപ്പോൾ കൊടുത്താൽ? ക്വാളിറ്റി നോക്ക്. ആ ഷെയറാബിറ്റിൻ്റെ മോനാ 10 പറ്റേൻ്റെ. ഇപ്പോൾ 11ാമത്തെ അത് ഗർഭിണിയാണ്. ആടിനെ നോക്കും. ഇത് പോറ്റിക്കൊണ്ട് വേണമെന്നും വേണ്ടേ. ഇത് ഇവിടെ ചെന്നിക്കൊന്നും എനിക്കൊന്നും അറിയത്തില്ല. ദൈവം തമ്പുരാൻ എങ്ങനെയാണ് നടത്തുക. ഇപ്പോൾ ഒരു ആൾക്കാർ വിളിക്കുന്നുണ്ട്, ചിലർ സഹായിക്കും. ചില അണ്ണന്മാർ സഹായിക്കും. ഇന്നലെ പത്തനംതിട്ടയിൽ നിന്ന് ഒരെണ്ണം വിളിച്ച് പറഞ്ഞു, ഞാൻ ഒരു ദിവസം ആടിന് തീറ്റയ്ക്കുള്ള ചിലവ് തരാം. എനിക്ക് ഒരു മുസ്ലിം അണ്ണനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു തങ്ങളെ. താങ്കൾക്ക് ഞാൻ വരുമ്പോൾ ഞാനിവിടെ വരും. വന്ന് ഒരു ദിവസത്തെ ഉള്ളതുപോലെ പറയും. ഉള്ളതുപോലെ പറയും. ഒളിച്ചൊന്നും വെക്കത്തില്ല. അങ്ങനെയുള്ള പൈസ വേണ്ടാതാണ്. ഞാൻ ഇഷ്ടം പോലെ ഉണ്ടാക്കിയവനാണ്. പിന്നെ ഒരു സുപ്രാത്തി എല്ലാം നശിച്ചപ്പോഴേ ഉള്ളൂ പോയത് പോലെ. പ്രകൃതിയെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥ ഈശ്വര സേവ എന്ന് പറയുന്നത്. പ്രകൃതിയെ സ്നേഹിക്കണം. അതാ ഏത് മാസത്തരും ആയിക്കോട്ടെ. പുച്ഛിക്കാനല്ല പഠിക്കേണ്ടി. ഇതുപോലെ ചെയ്യട്ടെ. ഓരോ തൊല്ലി ചെയ്യുമ്പോൾ പലരും എന്നെ കമൻ്റ് ഇട്ട് പുച്ഛിച്ചോ, എനിക്കൊരു വിഷയമില്ല. ഞാൻ നിൻ്റെ അങ്ങ് കൈ നീട്ടുന്നില്ല. പക്ഷേ മാന്യമായിട്ട് ഞാൻ കൊടുത്ത് നല്ലതിനെ കൊടുത്തിട്ടേ വില മേടിക്കത്തുള്ളൂ. കളിപ്പീര് വെച്ചാൽ അത് ഒന്നും ചെയ്യില്ല. കൊള്ളാത്തതിനെ കൊണ്ടുപോകണ്ടെന്ന് പറയും. അങ്ങനെ